ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു DEARATTIRE. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് ജീൻസിനും ലെഗിങ്സിനും മിഡിയുടെ ഒക്കെ കൂടെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് ആൻഡ് കട്ടിങ് വീഡിയോ കാണിക്കാനായിട്ടാണ്. ഇത് ലിയോപാഡിൻ്റെ ഫാബ്രിക്കിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ട്യൂട്ടോറിയൽ നോക്കാം. നമുക്ക് ആദ്യം ഫാബ്രിക് 4ആയിട്ട് മടക്കിയിടാം. ഞാൻ സ്ലീവിന് ഉൾപ്പെടെ 2.5 മീറ്ററാണ് ഈ ഒരു ഫാബ്രിക് നമുക്ക് ആവശ്യമുള്ളത്. ഇതാണ് അതിൻ്റെ ഓപ്പൺ സൈഡ്. മടക്ക് ഭാഗത്ത് നിന്ന് നമുക്ക് ആദ്യം ഷോൾഡർ, ചെസ്റ്റ്, ആം ഹോള് ഓരോരുത്തരുടെ അളവിനനുസരിച്ച് ഷോൾഡർ നമ്മുടെ ഫുൾ ഷോൾഡർ എത്രയാണോ അതിൻ്റെ പകുതി എടുക്കുക. ചെസ്റ്റ് 4-1 എടുക്കുക, +2 തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ വേസ്റ്റ് ലെങ്ത് 14 or 15 എടുക്കുക. വേസ്റ്റ് റൗണ്ട് നമുക്ക് വേസ്റ്റ് റൗണ്ട് ഫുൾ എത്രയാണോ വരുന്നത് അതിൻ്റെ 4-1 +2 എടുക്കുക. അതുപോലെ ഹിപ്പ് ലെങ്ത് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ടോപ്പിന് എവിടെ വെച്ചാണോ അടയാളപ്പെടുത്തുന്നത് എന്നുള്ളത് മാർക്ക് ചെയ്യുക. പക്ഷെ നമ്മൾ ഈ ഒരു കുർത്തിക്ക് അവിടെ വെച്ചല്ല നമ്മൾ സ്ലിറ്റ് കൊടുക്കുന്നത്. താഴ്ഭാഗത്ത് മാത്രം കുറച്ച് വെട്ടുള്ള ഒരു ടൈപ്പ് കുർത്തിയാണിത്. നമുക്ക് സാധാ നമ്മുടെ കുർത്തിക്ക് വരുന്നത് പോലെ മുകളിൽ നിന്നേ സ്ലിറ്റില്ല. അപ്പോൾ നമ്മുടെ എല്ലാ മെഷർമെൻറ്റ്സും കറക്റ്റായിട്ട് ഇതിൽ കൊടുക്കുക. ഹിപ്പ് റൗണ്ട് നമുക്ക് 4-1 ഹിപ്പ് റൗണ്ട് എത്രയാണോ വരുന്നത് അതേ +1 or 1.5 ഇഞ്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഹിപ്പ് റൗണ്ടും മാർക്ക് ചെയ്തിട്ടുണ്ട്. 4-1 ഹിപ്പ് റൗണ്ട് +1 അല്ലെങ്കിൽ 1.5 ഇഞ്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ടോട്ടൽ ഈ കുർത്തിക്ക് എത്ര ലെങ്ത് ആണോ വേണ്ടത് അത് 2 സൈഡിലും മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് താഴത്തെ വിരിവ്, നമ്മുടെ ടോപ്പിൻ്റെ താഴത്തെ വിരിവ് ഓരോരുത്തർക്കും പല താല്പര്യങ്ങളായിരിക്കും. അവരവരുടെ ടേസ്റ്റിന് അത് കൊടുക്കുക. 10-ഓ 11-ഓ അങ്ങനെയൊക്കെ വേണമെങ്കിലും കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഹിപ്പ് റൗണ്ടിൽ നിന്ന് താഴത്തേക്ക് ഇതുപോലെ ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഹിപ്പ് റൗണ്ടിൽ നിന്ന് താഴത്തേക്ക് ഒരു കർവ് പോലെ ആക്കി കൊടുക്കാം. ഒരു യു ഷേപ്പിലെ കർവ് പോലെ. അതിലേറ്റവും നല്ലത് ആ യു കറക്റ്റ് നമ്മുടെ മടക്ക് ഭാഗത്തെ താഴ്ഭാഗത്തെ ആ ഒരു സെന്ററിൽ നിന്ന് 3-4 ഇഞ്ചിൽ നിന്ന് വന്ന് നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ അതിലും കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. താഴത്തെ ആ ഒരു യുവിൻ്റെ വിരിവ് എത്രത്തോളം വരണം എന്നുള്ളത് ഓരോരുത്തരുടെയും താല്പര്യമാണ്. നമ്മൾ സ്ലീവിന് വേണ്ടി ഫാബ്രിക് 4ആയിട്ട് മടക്കിയിട്ടു. നോർമൽ നമ്മൾ സ്ലീവ് മാർക്ക് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇതിൻ്റെ മാർക്കിങ്. ഫുൾ ലെങ്ത് എടുക്കുക. ഞാനിവിടെ 23.5 ഇഞ്ചാണ് ഫുൾ ലെങ്ത് എടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ സ്ലീവിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ കൊടുക്കുക. നമ്മൾ ആം ഹോളിന് വേണ്ടി എത്രയാണോ എടുത്തത് അതേ +2 ഇഞ്ചാണ് അതിന് വീതി കൊടുക്കേണ്ടത്. താഴത്തേക്ക് നമുക്ക് 3 ഇഞ്ച് വരയ്ക്കാം. അതിനുശേഷം ഉള്ളിലേക്ക് ഒരു 2 ഇഞ്ച് കൊടുക്കണം. ഇനി നമുക്ക് ഷോൾഡറിലേക്ക് പതിയെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ സ്ലീവ് റൗണ്ട് എടുക്കാൻ നേരം സാധാ നമ്മൾ എടുക്കുന്നതിനേക്കാൾ 3-4 ഇഞ്ച് കൂടുതൽ നമുക്ക് എടുക്കാം. കാരണം നമുക്ക് അവിടെ ഇലാസ്റ്റിക് ഇടാനുള്ളതാണ്. അപ്പോൾ ആ ഒരു ചുരുക്കിന് ആവശ്യമായിട്ടുള്ള ഫാബ്രിക് നമുക്ക് അവിടെ ആവശ്യമാണ്. നമുക്ക് ഇതുപോലെ കൂടുതലായിട്ട് എടുത്ത് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി കട്ട് ചെയ്യാം. നമ്മുടെ സ്ലീവിൻ്റെയും ടോപ്പിൻ്റെയും കട്ടിങ് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഒരു പീസിൽ നമ്മുടെ നെക്ക് മെഷർമെൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് വെച്ച് നമ്മൾ ഫെയർ പീസിലും മെഷർ ചെയ്ത് കട്ട് ചെയ്തെടുത്തു. അത് വെച്ചിട്ട് നമ്മളെടുത്ത പീസിൻ്റെ താഴ്ഭാഗം, നമ്മൾ കഴുത്ത് സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗമല്ല അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം നമുക്ക് ഇതുപോലെ ഉള്ളിലേക്ക് വെച്ചൊന്ന് ഫോൾഡ് ചെയ്ത് അടിച്ചു കൊടുക്കാം. അതിനുശേഷം അത് നമ്മുടെ കുർത്തിയുടെ നെക്കിൽ വെച്ചിട്ട് നെക്കിൻ്റെ നല്ല വശത്ത് ഈ ഒരു പീസും വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് അടിച്ച് മറിച്ചു കൊടുക്കാം. 1/4 ഇഞ്ച് വിട്ടിലാണ് നമുക്കിത് ഈ ഒരു ഹെമ്മ് ചെയ്യേണ്ടത്. ഇതുപോലെ ഈ ഒരു പീസ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ കട്ടിങ്സ് അതിൽ കൊടുക്കണം. എന്നാലേ നമുക്ക് ടേൺ ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ ഫാബ്രിക്. അതുപോലെ നമ്മൾ കട്ടിങ്സ് കൊടുത്തു, ടേൺ ചെയ്ത് ഇതുപോലെ ടോപ്പിന് 2 സൈഡിന് ഇതുപോലെ ചെയ്യുക. അതിനുശേഷം ഷോൾഡറിൻ്റെ നല്ല ഭാഗവും കൂടെ ഒരുമിച്ച് വെച്ച് ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ ഷോൾഡറിൻ്റെ സ്ലോപ്പ് കട്ട് ചെയ്തിട്ടില്ല. ഞാൻ അങ്ങനെ കട്ട് ചെയ്യാറില്ല. പകരം നമ്മൾ ഷോൾഡറിൻ്റെ കഴുത്തിൻ്റെ ഭാഗത്തല്ല മറ്റേ ഭാഗത്ത് 1 ഇഞ്ചിൽ നിന്ന് തുടങ്ങി നടുക്ക് ഭാഗത്ത് 1/2 ഇഞ്ചിലാണ് ഞാൻ അവസാനിപ്പിക്കാറുള്ളത്. അതിനുശേഷം നമുക്ക് കഴുത്ത് ഇതുപോലെ നമ്മൾ പതിച്ചടിച്ചിട്ടുണ്ട്. അടിച്ച ഭാഗം നമുക്ക് പുറമേ കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഏറ്റവും അരികിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക.
ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാൻ നേരം കറക്റ്റ് ഒരു നമുക്ക് സർക്കിൾ ഷേപ്പ് അല്ല നമ്മൾ എത്രയാണോ എടുത്തത് അത് കറക്റ്റ് ആ ഒരു പെർഫെക്ഷനിൽ തന്നെ നമുക്ക് കിട്ടും. ഷോൾഡറിൻ്റെ ഉൾഭാഗവും നല്ല നീറ്റായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ കഴുത്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അതിനുശേഷം നമുക്ക് സ്ലീവ് പിടിപ്പിക്കാം. സ്ലീവിൽ ഞാൻ ഷോൾഡറിൻ്റെ ഭാഗത്ത് പഫോ ചുരുക്കോ ഒന്നും വെക്കുന്നില്ല, വെറും പ്ലെയിൻ ആയിട്ടാണ്. താഴ്ഭാഗത്താണ് നമുക്ക് ഇലാസ്റ്റിക് വരുന്നത്. ഇതുപോലെ 2 സ്റ്റിച്ച് കൊടുക്കുക സ്ലീവിൽ. അതിനുശേഷം സ്ലീവിൻ്റെ താഴ്ഭാഗം ആദ്യം ഒന്ന് മടക്കി വീണ്ടും ഒരു 1.5 ഇഞ്ചിൽ ഒന്നുകൂടി മടക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം വീണ്ടും അതിൻ്റെ നടുക്ക് കൂടി ഒരു സ്റ്റിച്ചും കൂടെ നമുക്ക് കൊടുക്കാം. ഇനി ഇതിൽ രണ്ടാമത്തെ, അതായത് താഴ്ഭാഗത്തെ അല്ല, മുകൾ ഭാഗത്തെ, നമ്മുടെ സ്ലീവിൽ നിന്ന് വരുമ്പോഴത്തേക്കും ഫസ്റ്റത്തെ ആ ഒരു ഹോളിൽ കൂടി നമുക്ക് ഇലാസ്റ്റിക് കൊടുക്കാം. നമ്മുടെ കൈയുടെ അളവിന് ആവശ്യമായിട്ടുള്ള ഇലാസ്റ്റിക് എത്രയാണോ അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. അവരവരുടെ കൈയുടെ അളവിന് അത് എടുക്കുക. അതിനുശേഷം നമുക്ക് ഇതുപോലെ പിന്നുപയോഗിച്ച് ഇലാസ്റ്റിക് കയറ്റാം. അതിനുശേഷം ഇലാസ്റ്റിക്കിൻ്റെ 2 ഭാഗങ്ങളും കൂടി ഒരുമിച്ച് പിടിച്ച് ആദ്യം അത് തമ്മിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇലാസ്റ്റിക് നമ്മൾ സ്റ്റിച്ച് ചെയ്തു. അതിനുശേഷം വെറുതെ നമ്മൾ കൈ ഹെം ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. സാധാരണ ഷേപ്പ് ചെയ്യുന്നത് പോലെ നല്ല ഭാഗം ഉള്ളിലാക്കിയിട്ട് കൈയുടെ എഡ്ജ് പിടിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗങ്ങളും കറക്റ്റായിട്ട് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമുക്കിത് ഇവിടെ കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് നിർത്താം. അതിനുശേഷം നമ്മുടെ ബോഡിയിലെ മെഷർമെൻറ്റ്സ് ഇതിലേക്ക് നമുക്ക് അടയാളപ്പെടുത്താം. നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രാ ആണ് സെയിം അലവൻസ് എടുത്തേക്കുന്നത്, അത് അതുപോലെ മാർക്ക് ചെയ്യുക. പിന്നെ എത്ര തൊട്ടാണോ നിങ്ങൾക്ക് സ്ലിറ്റ് വേണ്ടത് അവിടം വരെ നിങ്ങൾ ഇതുപോലെ മാർക്ക് ചെയ്യുക. എനിക്ക് താഴെ മാത്രം മതി കുറച്ച് സ്ലിറ്റ്. അപ്പം ഞാൻ നല്ല ഇറക്കിയാണ് ആ ഒരു പോയിന്റ് കൊടുത്തിരിക്കുന്നത്. ആ കുറച്ച് ഭാഗം മാത്രമേ എനിക്ക് ഓപ്പൺ ആയിട്ട് വരുന്നുള്ളൂ. അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യത്തിന് കൊടുക്കുക. അതിനുശേഷം നമുക്ക് മാർക്ക് ചെയ്ത് നമ്മുടെ മെഷർമെൻറ്റ്സിൽ കൂടി ഷേപ്പ് ചെയ്യാം. സാധാരണ ചുരിദാറിൻ്റെ ഒരു അളവിലല്ല കേട്ടോ ഇതിൻ്റെ സ്ലിറ്റ് വന്നിരിക്കുന്നത്. നല്ല താഴത്തായിട്ടാണ്, ഓപ്പൺ ആയിട്ട് വന്നിട്ട് താഴ്ഭാഗത്ത് മാത്രം കുറച്ച് ഓപ്പൺ ആയിട്ട് കിടക്കുന്ന രീതിയിലാണ്. ഇതുപോലെ ഞാൻ അത്ര സൈഡും ഇതുപോലെ തന്നെ ഷേപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹെം ചെയ്യാം, താഴ്ഭാഗം മടക്കിയടിക്കാം. നമുക്ക് അതിന് നമ്മൾ സാധാ ചുരിദാറിൽ നിന്ന് തുടങ്ങുന്ന പോലെ സ്ലിറ്റിൻ്റെ താഴത്തുനിന്ന് തുടങ്ങരുത്. സ്ലിറ്റിൻ്റെ ഏതെങ്കിലും ഒരു സെൻറ്റർ ഭാഗത്തുനിന്ന് ഇതുപോലെ തുടങ്ങുക. അപ്പോൾ ഈ റൗണ്ട് ഷേപ്പിലെ കട്ടിങ് ആയത് കാരണം തന്നെ മടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. വലിക്കാതെ പതിയെ മടക്കിയിട്ട് എക്സ്ട്രാ വരുന്ന ഭാഗം ചെറിയ ചെറിയ പ്ലേറ്റ്സ് ആയിട്ട് ഇടക്കിടക്ക് ഇട്ട് കൊടുക്കുക. എന്നാലേ നമുക്ക് ആ ഒരു ഹെമ്മ് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ആ പ്ലേറ്റ്സ് പുറത്ത് നല്ല ഭാഗത്ത് കാണാനും പാടില്ല, അകത്ത് ആ സ്റ്റിച്ചിങ്ങിൻ്റെ ഇടയിലായിരിക്കണം ചെറിയ ചെറിയ പ്ലേറ്റ്സ് കൊടുക്കേണ്ടത്. സ്ലിറ്റിൻ്റെ ഭാഗം എത്താൻ നേരം നമ്മൾ സാധാ സൽവാറിന് ചെയ്യുന്നത് പോലെ തന്നെ സ്ലിറ്റ് ചെയ്യുക. കണ്ടോ, പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇടയ്ക്ക് ഞാൻ. ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ കുർത്തിയുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആകും കേട്ടോ. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ആലോചിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് കമൻസ് ഒക്കെ ഇടുക. മറ്റുള്ള വീഡിയോസും കൂടെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഹാൻഡ് വർക്ക്സ്, സ്റ്റിച്ചിങ്, കട്ടിങ് എല്ലാം ഉണ്ട്. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻസ് ഇടാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാൻ ആൻസർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ താഴ്ഭാഗവും നമ്മൾ ഹെം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു യു ഷേപ്പ് പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുറച്ചേ ഉള്ളൂ നമുക്ക് ഓപ്പൺ ആയിട്ടുള്ള ഭാഗം, കണ്ടോ. തീരെ താഴത്തായിട്ടാണ് അതിൻ്റെ ഒരു സ്ലിറ്റ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക്
അതിനുശേഷം നമ്മുടെ കഴുത്ത് നമ്മൾ പതിച്ചടിച്ച തുണി ഇതുപോലെ ജസ്റ്റ് കൈവച്ചൊന്ന് അതിൻ്റെ ബാക്ക് സൈഡ് ഹെം ചെയ്ത് കൊടുത്ത് നീറ്റാക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.